ഇന്നലെ തൊട്ട് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അഖിലിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ന്യൂസാണ് വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അൽഗോരിതം മുഴുവനും ഇതാണ് ഭയങ്കരമായിട്ട് തള്ളിവിട്ടുകൊണ്ടേ ഇരിക്കുന്നത്. എന്തായിരുന്നാലും ഇത് ആദ്യമേ കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും കൊണ്ട് ഈ ഫേക്കാന്നുള്ള രീതിയിലായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം കൊണ്ട് ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, CCTV വീഡിയോ ഒക്കെ. സോ അതിന് ശേഷം കൊണ്ട് പിന്നെ ആൾക്കാരൊക്കെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ഉള്ളൊരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടെങ്കിൽ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഇതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അറിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ അവനെ കുറ്റപ്പെടുത്തി വരുന്നുണ്ട്. അവൻ്റെ കയ്യിലാണ് തെറ്റി, അവനുണ്ടെങ്കിൽ വേറെ ആരുമായിട്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്നത്. അത് അറിഞ്ഞതിന് ശേഷമാണ് അവൾ ഇങ്ങനെ ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവൻ്റെ കയ്യിലെ തെറ്റുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒളിച്ചോടുന്നതൊന്നുമല്ല കറക്റ്റായിട്ടുള്ള ഒരു കാര്യം. അവനുമായിട്ട് ഇഷ്ടമല്ലെങ്കിൽ അവനുമായിട്ട് ഇനി ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ അതിനുണ്ടെങ്കിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് ഡിവോഴ്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും തിരഞ്ഞെടുക്കുന്നെങ്കിൽ അതാണ് നല്ലത്. അതിന് പകരം ഉണ്ടെങ്കിൽ രാത്രി ഭർത്താവിൻ്റെ അടുത്ത് കുടുംബത്തിൻ്റെ അടുത്ത് ആരുടെ പറയാതെ ഉണ്ടെങ്കിൽ ഇറങ്ങി ഓടിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ കയ്യിൽ മിസ്റ്റേക്കാന്ന് പറഞ്ഞ് ഒരുപാടെണ്ണം സപ്പോർട്ട് ചെയ്ത് അവളെ വരുന്നുണ്ട്. അതൊന്നും ന്യായീകരിക്കാനേ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ മനസ്സ് തന്നെ ഭയങ്കര ക്രൂരമെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിലുണ്ടെങ്കിൽ അവൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കും. ഇങ്ങനത്തെ ഉള്ള സമയത്തെങ്കിലും മാക്സിമം ഉണ്ടെങ്കിൽ അവനെ ഉപദ്രവിക്കാതിരിക്കും. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്.